ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എക്സോഡി ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ എൻ്റെ കാശ്മീരിലെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ യാത്രയായിരുന്നു, സോളോ ട്രിപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ യാത്രയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഓൾമോസ്റ്റ് കാശ്മീരിലെ ശ്രീനഗർ, ഡാൽ ലേക്ക്, പിന്നെ ഗുൽമാർഗ്, പിന്നെ ഒരു ദിവസം പിന്നെ എനിക്ക് ദൂതുപത്രി പോകാൻ പറ്റിയില്ല, വയ്യാത്തതുകൊണ്ട്. പിന്നെ പഹൽഗാം, പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഡൽഹി വന്നു. ഡൽഹിയിലെ കാഴ്ചകൾ കണ്ടു. അടുത്തൊരു ദിവസം ആഗ്രയിലെ കാഴ്ചകൾ കണ്ടു, താജ്മഹലിലൊക്കെ നമ്മൾ പോയി. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിലെത്തി. നല്ല ചുമയുണ്ട് കേട്ടോ, ഇപ്പോഴും നമ്മുടെ ശ്രീനഗറിൽ വെച്ച് ചുമ പിടിച്ചു. ചുമ പിടിച്ചിട്ട് ഇതുവരെ അത് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴ. നല്ല തുമ്മൽ. നാട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല മഴ. നല്ല ക്ലൈമറ്റ്. കാരണം നല്ല തണുപ്പിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നല്ല പൊള്ളുന്ന ചൂടായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ നിന്ന് കയറിയപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ പെയ്ത് നല്ല കുതിർന്ന് നിൽക്കുന്ന അന്തരീക്ഷം കേട്ടോ. കണ്ടില്ലേ, ഇന്ന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇന്നലെ നല്ല മഴ ഉണ്ടായെന്ന് പറഞ്ഞു, ഇപ്പോഴും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ യാത്രയിലെ ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ പോലെ ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, കാശ്മീരിലേക്ക് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോണിൽ ഇതുപോലെ നോട്ട് പാഡായിട്ട് അടിച്ചിടാറാണ് പതിവ്. ഈവൻ ഒരു 10 രൂപയുടെ ഒരു ചായ കുടിച്ചാൽ പോലും അത് വിട്ടുപോകാതെ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഓരോന്നും ഇതുപോലെ നോട്ട് പാഡിൽ അടിച്ചിടാറാണ് പതിവ്. പിന്നെ ഓരോ ദിവസം ചിലവായ എമൗണ്ട്, പിന്നെ ഗൂഗിൾ പേയിൽ നിന്നാണ് ചിലവാക്കിയെങ്കിൽ അത് ഞാൻ ബ്രാക്കറ്റ് ഇട്ട് വയ്ക്കും. പിന്നെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു, പോകാൻ നേരത്ത് കയ്യിൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ, ട്രെയിൻ ടിക്കറ്റ് എടുത്തതും, അക്കൗണ്ടിൽ എത്ര ഉണ്ടായിരുന്നു ബാലൻസ്, കയ്യിൽ എത്ര ഉണ്ടായിരുന്നു ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആക്ച്വൽ ആയിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയതെന്ന് പറഞ്ഞാൽ 7560 രൂപയാണ് കേട്ടോ. ടോട്ടൽ എമൗണ്ട്, അതായത് ഡൽഹിയും താജ്മഹലും പിന്നെ കാശ്മീരിൽ 5 ദിവസവും എല്ലാം കൂടെ എടുത്തിട്ട് ചിലവായതാണ് 7560 രൂപ. ഫുൾ ഇൻക്ലൂഡിങ് ടിക്കറ്റും, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ്, സൈറ്റ് സീയിങ് എക്സ്പെൻസ് എല്ലാം കൂടെ. അപ്പോൾ അങ്ങനെ 7560 എൻ്റെ ടോട്ടൽ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായ എമൗണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ട്രാവലിങ്ങിന് വേണ്ടി അല്ലാതെ പേഴ്സണലായിട്ട് ആവശ്യത്തിന്, അതായത് മെഡിസിൻ വാങ്ങിക്കേണ്ടി വന്നു, അതുപോലുള്ള 1-2 കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്ട്രാ. ഇപ്പോൾ ഫുഡ്, നാട്ടിലേക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കേണ്ടി വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചിലവായ എമൗണ്ട് 420 രൂപ ചിലവായി. അത് കുറച്ച് കഴിഞ്ഞാൽ ട്രാവലിങ്ങിൻ്റെ മാത്രം എക്സ്പെൻസ് എന്ന് പറയുന്നത് 7140 രൂപയാണ് കേട്ടോ എൻ്റെ ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ്. അങ്ങേറ്റം ബഡ്ജറ്റ് ഫ്രണ്ടിലാണ്. ഞാനും ഇതന്നെ ഉദ്ദേശിച്ചുള്ളൂ. ഞാനൊരു 5000-6000 രൂപ, 6000 രൂപ ആ റേഞ്ചിൽ നിർത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ എനിക്കറിയാം ഒരിക്കലും 6000 രൂപയ്ക്ക് നിർത്താൻ പറ്റില്ല, ഒരു 7000 രൂപയ്ക്കും ചിലവാകുന്നു. കാശ്മീർ മാത്രമാണെങ്കിൽ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ 7000 രൂപ എന്തായാലും അക്കൗണ്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. സോ എല്ലാം ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ ട്രാവലിങ്ങിൻ്റെ മാത്രം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 7140. അതായത് നിങ്ങൾക്ക് ഒരു 7000 രൂപ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാശ്മീർ പോയിട്ടില്ല, സുഖമായിട്ട് പോയിട്ടില്ല. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൂടെയൊക്കെ കണ്ടത്. അപ്പോൾ ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ 7140 എന്ന് പറയുന്നത് നമ്മൾ കാശ്മീരും ഡൽഹിയും താജ്മഹലും ഒക്കെ കയറി കണ്ട, ആഗ്ര എല്ലാം കണ്ട എക്സ്പെൻസാണ്. അപ്പോൾ ഡൽഹിയിലും താജ്മഹലും ഡൽഹിയിലും ആഗ്രയിലും ഓരോ ദിവസം കൂടെ ചിലവഴിച്ചത് കൊണ്ട് തന്നെ ഇത്രയും എമൗണ്ട് വന്നു. ഇനി കാശ്മീർ മാത്രം പോകാനുള്ള ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് എനിക്ക് ആയത് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിലെ ആഗ്രയിലെയും കുറച്ച് എക്സ്പെൻസ് കുറച്ച്, കാരണം താജ്മഹലിലൊക്കെ കയറുന്നതിൻ്റെ എൻട്രി ഫീസ് തന്നെ 245 രൂപയായി. അപ്പോൾ അതെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞാൽ കാശ്മീർ മാത്രം പോയിട്ട് വന്നതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6400 രൂപയാണ് ഗൈസ്. അതായത് 6400 രൂപയ്ക്കാണ് ഞാൻ കാശ്മീരിൽ മാത്രം പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആയ എക്സ്പെൻസ്. അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തൽക്കാൽ ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ ഒരു തവണ തൽക്കാൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് 200 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്, തിരിച്ചെടുക്കുമ്പോൾ 200 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ കൂട്ടി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 400 രൂപയുടെ നിങ്ങൾക്ക് ലാഭിക്കാം. അങ്ങനെ 6400-ൽ 400 കുറച്ച് കഴിഞ്ഞാൽ 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് കാശ്മീർ പോയിട്ട് വരാം. ഏറ്റവും കുറഞ്ഞ ചിലവിൽ 3 ദിവസം ഞാൻ കാശ്മീർ റൂം എടുത്ത് താമസിച്ചു. 300 രൂപയാണ് റൂമിനായത് ഗൈസ്. അപ്പോൾ ഓരോ ദിവസം എനിക്ക് ചിലവായ എക്സ്പെൻസ് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ഗുൽമാർഗ് പോയതിൻ്റെ ചിലവും, പഹൽഗാം പോയതിൻ്റെ ചിലവും, പിന്നെ ഡാൽ ലേക്കിൽ റൂം എടുത്ത് ഇരുന്നതിൻ്റെ ചിലവും, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ടിക്കറ്റിൻ്റെയും, പിന്നെ ശ്രീനഗർ, അതായത് ഉധംപൂരിൽ നിന്ന് ജമ്മു, ശ്രീനഗറൊക്കെ പോയതിൻ്റെ ചിലവൊക്കെ ഓരോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാശ്മീർ സോളോ ട്രിപ്പിൻ്റെ
വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ ടാഗ് ചെയ്തേക്കാൻ നിങ്ങൾ കയറി നോക്കുക. കാരണം ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഒരുപാട് പേര് കാശ്മീരിൽ മഞ്ഞ് വീഴ്ച എങ്ങനെയുണ്ട്, സ്നോഫാളൊക്കെ എങ്ങനെയുണ്ട്, മാർച്ചിൽ പോയ സ്നോഫാൾ കിട്ടുമോ, ഏപ്രിലിൽ പോയ സ്നോഫാൾ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. കാശ്മീരിൽ നിങ്ങൾ മാർച്ച് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് കൊടും തണുപ്പാണ്, -डिग्री എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് സ്നോഫാൾ എന്നും ഉണ്ടാവില്ല. പിന്നെ ഗൂഗിൾ വെതറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നോഫാളുള്ള ഡേറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗുൽമാർഗിൽ നിങ്ങൾക്ക് സ്നോഫാൾ കാണാൻ പറ്റും. ഗുൽമാർഗ്, സോനാമാർഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഗുൽമാർഗ് തന്നെയാണ്. കാരണം ഗുൽമാർഗിലെ ഗൊണ്ടോള റൈഡ് അല്ലെങ്കിൽ സ്നോ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗുൽമാർഗാണ് ഏറ്റവും ചീപ്പ്. കാരണം ശ്രീനഗറിൽ നിന്ന് ഒരു 120 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുൽമാർഗ് എത്താം. തിരിച്ചു അതുപോലെ തന്നെ ഒരു 120, ചിലപ്പോൾ ഒരു 170-200 രൂപയോളാവും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് ഗുൽമാർഗ്. സോനാമാർഗ് ഓൾമോസ്റ്റ് സെയിം തന്നെ. സോനാമാർഗ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മളെ ശ്രീനഗറിൽ നിന്ന് ഓൾമോസ്റ്റ് 90 കിലോമീറ്ററിന് മേലുണ്ട് സോനാമാർഗ് വരെയുള്ള ദൂരം. ലേ പോകുന്ന റൂട്ടാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ദൂരം കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ സെയിം കാഴ്ചകൾ കുറച്ചുകൂടെ ഏരിയ ഉണ്ട്. ഗുൽമാർഗിനേക്കാളും കുറച്ചുകൂടെ ഏരിയ ഉണ്ട്. സെയിം ക്ലൈമറ്റ് അല്ലെങ്കിൽ സെയിം മഞ്ഞ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ തന്നെയാണ് സോനാമാർഗിലുള്ളത്. ദൂദ്പത്രി ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ്. നല്ലൊരു സ്ഥലം, നല്ലൊരു നദിയും പുഴയൊക്കെ ഉള്ള സ്ഥലം. പക്ഷേ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല വയ്യാത്തതുകൊണ്ട്. പിന്നെ പഹൽഗാം പോകണമെന്നുണ്ടായിരുന്നു, അത് പഹൽഗാവും പോയി. ഏറ്റവും എക്സ്പെൻസീവ് എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് പഹൽഗാം തന്നെയാണ്. കാരണം പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് 3-4 സ്ഥലങ്ങൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ മിനി സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള 1-2 വാലീസ് ഉണ്ട്. ആരു വാലി, ബെത്ത വാലി, ചന്ദൻ വാലി എന്ന് പറഞ്ഞാൽ 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കുതിരകളൊക്കെ ഉള്ള ആട്ടിടയന്മാർ അങ്ങനെയൊക്കെ താമസിക്കുന്ന ചെമ്മരിയാടുകളൊക്കെ ഒത്തിരിയുള്ള ജനവാസ മേഖലയാണ് പഹൽഗാം. -डिग्री ഒക്കെ തന്നെയാണ് അവിടെ. നല്ല തണുപ്പുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ. നല്ല പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന വഴിക്ക് പോലും നമുക്ക് ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ആപ്പിൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. 1-2 ആപ്പിളൊക്കെ അവിടെ എവിടെയെങ്കിലും കണ്ടു എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഷെയർ ടാക്സിക്ക് പോയതുകൊണ്ട് എനിക്കവിടെ ഇറങ്ങി ആപ്പിൾ പറിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൾ പറിച്ചെടുക്കുന്നതും ആപ്പിൾ താഴെ വീണ് കിടക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല പച്ച പുതച്ച് നിൽക്കുന്ന മലകളും മരങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതാണ്. പക്ഷേ തണുപ്പിനൊന്നും ഒരു കുറവുണ്ടാവില്ല. രാത്രിയിലും വൈകുന്നേരങ്ങളൊക്കെ നല്ല തണുപ്പായിരിക്കും അന്നേരം. പിന്നെ ഇപ്പോൾ ആപ്പിൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ആപ്പിളിൻ്റെ ലഭ്യത കുറവാണ്. ഇപ്പോൾ തന്നെ കാശ്മീരിൽ ആപ്പിളിൻ്റെ വില എന്ന് പറയുന്നത് കിലോയ്ക്ക് 50 രൂപയാണ്. പക്ഷേ സീസൺ സമയത്ത് 20 രൂപ, 10 രൂപയ്ക്ക് പോലും നമുക്ക് ആപ്പിൾ കിട്ടും എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ നമുക്കുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ കിട്ടുന്ന പോലത്തെ കുറച്ച് വലിപ്പമുള്ള, കുറച്ച് അധികം ടേസ്റ്റ് ഇല്ലാത്തൊരു ആപ്പിളായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മറ്റേ റൗണ്ട് ഷേപ്പിലുള്ള നല്ല ടേസ്റ്റുള്ള ജ്യൂസി ആയിട്ടുള്ള ആപ്പിൾ നമുക്ക് സീസൺ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഡൽഹി വന്നു. ഡൽഹിയിലെ റെഡ് ഫോർട്ട് മാത്രമേ കണ്ടുള്ളൂ. ഡൽഹിയിൽ എത്തിയപ്പോൾ തന്നെ ഉച്ചയായി. പിന്നെ അവിടെ നിന്ന് ഫ്രഷായി. അങ്ങനെ പിന്നെ അടുത്ത ദിവസം താജ്മഹൽ കണ്ടു. താജ്മഹൽ ഇന്ത്യയിലെ നല്ല ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ പോകുന്നത് എന്താണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടി പോയി. കൊള്ളാം, നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ താജ്മഹലും കണ്ടു. ആഗ്രയിൽ ഒരു ദിവസം ചിലവഴിച്ചതിന് ശേഷം രാത്രി അവിടെ നിന്ന് തിരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് നാട്ടിലെത്തി. പോകുമ്പോഴും വരുമ്പോഴും ഏത് ട്രെയിനാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹിമസാഗർ എക്സ്പ്രസ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്നത്. അതായത് തിരുവനന്തപുരത്ത് 4 മണിക്ക് എത്തുന്നത്, അല്ലെങ്കിൽ 4 മണി നല്ല ലേറ്റാവും. 4 മണിക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടാനാണ് നിങ്ങളെ പ്ലാൻ എന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഹിമസാഗർ എക്സ്പ്രസ് ഉണ്ട്. പക്ഷേ സീറ്റ് നല്ല കുറവാണ്. 2-3 മാസം മുന്നേ മുക്കിയത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. അതാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ലാഗൊന്നും വരുന്നില്ല. ഒറ്റ ട്രെയിനിൽ തന്നെ നിങ്ങൾക്ക് പോവാം. പിന്നെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുറച്ച് ലേറ്റൊക്കെ ഉണ്ടാവും. 65 മണിക്കൂറാണ് ഇവിടെ നിന്ന് ഉദംപൂർ വരെ, തിരുവനന്തപുരത്ത് നിന്ന് ഉദംപൂർ വരെയുള്ള ടൈമിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കേരള എക്സ്പ്രസ് കുറച്ചുകൂടെ ഫാസ്റ്റാണ്. പക്ഷേ ഡൽഹിയിൽ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് വേറെ ട്രെയിൻ പിടിച്ചിട്ട് ഉദംപൂരിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ജമ്മുവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നേരത്തെ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 അപ്പോൾ അങ്ങനെ നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1050 രൂപ അല്ലെങ്കിൽ 1075 രൂപയ്ക്ക് എങ്ങാണ്ടോ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്നും ഉദംപൂർ വരെയുള്ള ഹിമസാഗർ എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. AC ഒക്കെ ആണെങ്കിൽ ഒരു 4000 ആ റേഞ്ചൊക്കെ എന്തായാലും ആവുമെന്ന് തോന്നുന്നു. ഞാൻ അത് കറക്റ്റ് നോക്കിയിട്ടില്ല. ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് AC-ലൊന്നും പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ. പിന്നെ തൽക്കാലം എടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൂടുതലാവും. പക്ഷേ കൺഫേം ടിക്കറ്റ് കിട്ടുന്ന കാര്യത്തിൽ കുറച്ച് ലാഗാണ്.
ഹിമസാഗർ എക്സ്പ്രസ്സിന്. കേരള എക്സ്പ്രസ്സിന് ഉറപ്പായിട്ടും കൺഫേം ടിക്കറ്റ് കിട്ടും തൽക്കാലം എടുക്കുമ്പോൾ. ഓൾമോസ്റ്റ് 1200 രൂപയോളം വില വരുന്നുണ്ട്. തിരിച്ച് നിങ്ങൾക്ക് ഹിമസാഗർ എക്സ്പ്രസ് വരുന്നത് എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 11 മണിക്കാണ്. അപ്പോൾ 11 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഉദംപൂർ സ്റ്റേഷനിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും വരുന്നത്. അതും ഇതുപോലെ 65 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് 2-2.5 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു 8-9 മണി സമയത്തിന് രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിനിൽ വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാം. അല്ലാതെ വേറെ ട്രെയിൻ ഒരുപാടുണ്ട്. ഡൽഹി കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന നിസാമുദ്ദീൻ അങ്ങനെയുള്ള ട്രെയിനുകളുണ്ട്. കേരള എക്സ്പ്രസ് ഡെയിലി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ട്രെയിനുകളാണ്. പിന്നെ ട്രെയിനിൻ്റെ വൃത്തിയെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കമ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെയായിരുന്നു. പുത്തൻ ട്രെയിൻ തന്നെയായിരുന്നു, തീരെ പഴഞ്ചനായിട്ടുള്ള ട്രെയിനൊന്നും അല്ല, നല്ലൊരു സർവീസ് തന്നെയായിരുന്നു. ക്ലീനിങ്ങിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ ക്ലീനിങ് അസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടും ഇത്തവണത്തെ യാത്ര നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ നേപ്പാൾ പോയപ്പോൾ എനിക്ക് ഒരുപാട് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തൊക്കെ പോകേണ്ടി വന്നു, അതുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കേണ്ടി വന്നു. അപ്പോൾ നടുവിനൊക്കെ നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനത്തെ ഒരു സ്ട്രെയിനിലായിരുന്നു, കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പിന്നെ സ്ലീപ്പർ ആയതുകൊണ്ടും കിടന്നൊക്കെ വരാൻ പറ്റി. പിന്നെ പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴൊക്കെ ഒരുപാട് മലയാളികളെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ കാശ്മീർ എത്തിയപ്പോഴും തിരിച്ച് ഡൽഹിയിൽ എത്തിയപ്പോഴും ഒക്കെ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഒരുപാട് യാത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാശ്മീർ വെച്ച് പരിചയപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരുപാട് മലയാളികൾ കാശ്മീർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അതിൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റും എനിക്ക് വരുന്ന കോൾസും മെസ്സേജും കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കാശ്മീരിലേക്ക് പോകാൻ ഒരു ഐഡിയ ഇല്ല നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ. അവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായെന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നാട്ടിലെത്തി, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത യാത്ര എന്തായാലും പ്ലാൻ ചെയ്യണം. അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സോ അടുത്ത് മറ്റൊരു തരത്തിലുള്ളൊരു യാത്രയിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നടക്കില്ലെന്ന് അറിയില്ല, എന്തായാലും ഫണ്ട് വരട്ടെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കാശ്മീർ സോളോ ട്രിപ്പിലെ വീഡിയോസ് ഇതുവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ട്രാവൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.